നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് കഴിഞ്ഞ ദിവസം നടന്ന വയനാട് കള്ളാടിയിൽ നടന്ന ദുരന്തം തന്നെയാണ്. അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. അതെന്താണെന്ന് നമുക്കറിയണം. ഇതുവരെയും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അറിഞ്ഞവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. അതായത് വയനാട് കള്ളാടിയിൽ നിർദ്ദിഷ്ട തുരങ്കപാത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പിണറായി വിജയനാണെന്ന്, ആ സർക്കാർ ഇരുന്നപ്പോഴാണെന്ന് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ മണ്ണ് കൂട്ടിയിട്ടത് മൂലമുണ്ടായതും കനത്ത മഴ മൂലമുണ്ടായതുമായ അപകടമാണ്, മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത്. അല്ലാതെ ഒരു വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ഉരുൾപൊട്ടലല്ല അവിടെ നടന്നിരിക്കുന്നത്. അതിനടുത്ത് തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കപാതയിൽ നിന്നും മണ്ണെടുത്ത് അവിടെ കൂട്ടിയതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു മഴ പെയ്തപ്പോൾ ആ മണ്ണൊലിച്ച് ഇറങ്ങാനുള്ള വലിയൊരു ഉരുൾപൊട്ടലിന് സമാനമായ ഒരു സാധ്യത അവിടെ ഉണ്ടായത്. എന്തായാലും ആ ഒരു അപകടത്തിൽ ഒരുപാട് പേര്, ധാരാളം മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായതുപോലെയുള്ള അപകടം ഒഴിഞ്ഞുപോയി എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. അതുപോലെ ഒരു അപകടം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അതിൽപ്പെട്ട ഒട്ടുമിക്ക പേരെയും രക്ഷപ്പെടുത്തി ഇനിയും രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ വലിയ ആശ്വാസമുണ്ട്. എന്തായാലും വയനാട് കള്ളാടിയിൽ നിർദ്ദിഷ്ട തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ സംഭവിക്കുകയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തതിന് പിന്നാലെ മുൻ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയന് എതിരെയാണ് വലിയ തരത്തിലുള്ള രൂക്ഷവും ആസൂത്രിതവുമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനൊക്കെ കാരണം പിണറായി വിജയൻ തന്നെയാണ്, മറ്റാരുമല്ല. അതായത് പിണറായി വിജയന്റെ ഒടുക്കത്തെ തുരങ്കപാതയും പ്രകൃതിയെ മറന്നുള്ള വികസന പ്രവർത്തനങ്ങളുമാണെന്നാണ്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞാണ് ആക്രമണം തുറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിണറായിയുടെ ഫാനൊന്നുമല്ല, പക്ഷെ കാര്യങ്ങൾ പറയണമല്ലോ. പക്ഷെ ഇക്കാര്യത്തിൽ ഒന്നുറക്കെ തന്നെ ഇപ്പോഴും ധൈര്യത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ തുരങ്കപാത പിണറായി വിജയന്റെ സംഭാവന തന്നെയാണ്, അല്ല മറ്റാരുടെയുമല്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സർക്കാർ എതിർക്കുന്നത്. അന്ന് പ്രതിപക്ഷമായിരുന്ന എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ തന്നെ പറയും, പിണറായി വിജയന്റെ സംഭാവന തന്നെയാണ്. അതിന്റെ കാരണം, ഈ തുരങ്കം എന്നെങ്കിലും പൂർത്തിയായി ജനങ്ങൾ അത് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്താണ് അതെന്ന്. കൃത്യമായ പരിസ്ഥിതി ആഘാത പഠനം നടത്തി അതിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസും അനുമതിയും ലഭിച്ച് അവർ നിർദ്ദേശിച്ച 60ഓളം ഉപാധികൾ നടപ്പിലാക്കി. അങ്ങനെയാണ് ഈ തുരങ്കപാത നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. അല്ലാതെ ഓടിച്ചെന്നങ്ങോട്ട് ഒരു മല തുരന്ന് ഒരു തുരങ്കപാത ഉണ്ടായിക്കളയാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് തുരക്കുകയില്ലായിരുന്നു. ഈ സർക്കാർ, കഴിഞ്ഞ സർക്കാർ, LDF സർക്കാർ ഭരണമൊഴിയും വരെ തുരങ്കപാത നിർമ്മാണത്തിലും വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റിലും വളരെ കൃത്യമായ മേൽനോട്ടം ഗവൺമെന്റ് തലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മന്ത്രിമാർ, വിവിധ ഗവൺമെന്റ് ഓഫീഷ്യൽസിന്റെ അടക്കം സാന്നിധ്യം നിരന്തരം നിർമ്മാണ മേഖലയിലും ഉണ്ടായിരുന്നു. അല്ലാതെ വെറുതെ അവിടെ കുറെ ബംഗാളികളെ കൊണ്ടുവച്ച് തുരങ്കം ഉണ്ടാക്കുകയല്ലായിരുന്നു. ഈ ഗവൺമെന്റ് മാറിയതിനു ശേഷം, അതായത് നമ്മുടെ LDF ഗവൺമെന്റ് മാറിയതിനു ശേഷം ഈ 2 പ്രോജക്റ്റിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്ക് പോയി നോക്കിയാലും അവിടെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. കോരിച്ചൊരിയുന്ന മഴയത്തും ഇത്തരം മേഖലയിലെ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അത് ലംഘിക്കപ്പെടുന്നുണ്ടെന്ന് കർശന നടപടിയിൽ സ്വീകരിക്കാനോ, ലംഘിക്കപ്പെട്ടാൽ കർശന നടപടിയിൽ സ്വീകരിക്കാനോ ആണ് ഇവിടെ ഒരു ഗവൺമെന്റ് ഇരിക്കുന്നത്. അങ്ങനെയാണെന്നാണ് എന്റെ വിചാരം. അല്ലാതെ ഇതെന്താണ്, പിണറായി വിജയൻ പോയി മീഡിയകളോടൊരു വായത്തരം പറയുന്നതല്ല. നിർമ്മാണത്തിന്റെ മേൽനോട്ടം കൊങ്കൺ റെയിൽവേ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ
പിണറായി വിജയൻ അല്ല അവിടെ പോയി ചെയ്യുന്നത്. കൊങ്കൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് ഇന്ത്യയിലെ ഏറ്റവും ദുർഘടമായ പ്രത്യാഘാതമുള്ള വെല്ലുവിളികളും നൂറുകണക്കിന് അപകടങ്ങളും മരണങ്ങളും നേരിട്ടുകൊണ്ട് 750 കിലോമീറ്റർ കൊങ്കൺ റെയിൽപാത നിർമ്മിച്ച ആ ടീമാണ് ആ തുരങ്കപാത നിർമ്മിക്കുന്നത്. അപ്പോ എന്തിനെത്ര കഷ്ടപ്പെട്ട് അത് പണിയാൻ പോയി എന്ന് ഇന്നിപ്പോൾ അത് വഴിമുടക്കുന്നവർ ചോദിക്കും. അപ്പോൾ അതുവഴി പോകുന്ന മുംബൈക്ക് പോകുന്ന ആരും ചോദിക്കാറില്ല ഇപ്പോൾ എന്തിനിത്ര കഷ്ടപ്പെട്ട ആ കൊങ്കൺ റെയിൽവേ പണി ചെയ്തു എന്ന്. അതുപോലെ തന്നെയാണ് വയനാട് തുരങ്കവും പൂർത്തിയായാൽ അത് വിപ്ലവകരമായ നേട്ടമായിരിക്കും തീർച്ചയായും. ഇന്ന് തെറി കേൾക്കുന്ന ആ നിർമ്മിക്കാൻ മുൻകൈയെടുത്ത വ്യക്തികൾ ചിരകാലം ഓർമ്മിക്കപ്പെടുകയും ചെയ്യും, അല്ലേ? എന്തായാലും അതിന്റെ പണി തീരട്ടെ. തൽക്കാലം ഇപ്പോൾ ചെയ്യേണ്ടത് തലയ്ക്കകത്തെ ആൾതാമസമുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അതിന്റെ ശരിയായ മേൽനോട്ടവും നിയന്ത്രണവുമാണ് അവർ ഏറ്റെടുക്കേണ്ടത്. നിർമ്മാണ കമ്പനിയുടെയോ കൊങ്കൺ റെയിൽവേയുടെയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അനാസ്ഥയുടെയോ അല്ലെങ്കിൽ അങ്ങനെ അനാസ്ഥ ഉണ്ടായാൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയണം ഇപ്പോഴത്തെ സർക്കാരിന്. അതിന് കഴിയാതെ ഇതെന്തിന് നിർമ്മിക്കാൻ പോയി എന്ന് ചോദിച്ചാൽ ഇവിടെ എന്നും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. എന്തിന് നിർമ്മിക്കാൻ പോയി എന്ന് ചോദിച്ചാൽ ഒരു വികസനവും ഇവിടെ നടക്കില്ല. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ഉൾപ്പെടെ 3 ദിവസം കൊണ്ടാണ് ആ ചുരം ഇറങ്ങി. കഴിഞ്ഞ ദിവസം ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ഉൾപ്പെടെ 3 ദിവസം മുൻപ് ചുരത്തിൽ കുടുങ്ങിപ്പോയത്. 5 മണിക്കൂറുകളാണ് രോഗികൾ അവിടെ കുടുങ്ങിപ്പോയത്. ചരക്ക് നീക്കം ഉൾപ്പെടെ പ്രയാസങ്ങളും. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഈ തുരങ്കപാത അവിടെ നിർമ്മിക്കുക തന്നെ വേണം. തുരങ്കപാതയുടെ സൃഷ്ടാവ് പിണറായി വിജയൻ തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇത് നിർത്തിവെച്ചാലും ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് അത് തുടരുക തന്നെ ചെയ്യണം, പൂർത്തിയാക്കുകയും വേണം. അപ്പോൾ ഈ എന്തിന് ഇത് ചെയ്യാൻ പോയി അല്ലെങ്കിൽ പ്രകൃതിയെ ദ്രോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞവർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം അന്ന് വലിയ രീതിയിലുള്ള പ്രകൃതി പഠനവും ഒക്കെ നടത്തിയാണോ ഉണ്ടാക്കിയത്? അവരുടെ എഞ്ചിനീയർമാർ പോയി ഒരു പ്രകൃതി പഠനം നടത്തി. അതിപ്പോൾ വലിയ ഭീഷണിയായിട്ടിരിക്കുന്നില്ല. അതിനെതിരെ സംസാരിക്കാത്തവരാണോ ഇതിനെതിരെ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ അന്ന് ഇതുപോലെ തുരങ്കപാത ഉണ്ടാക്കിയ അന്നത്തെ ഒരു റെയിൽവേയാണ് കിഴക്കൻ മേഖലയിലൂടെ കടന്നു പോകുന്ന പുനലൂർ ചെങ്കോട്ട റെയിൽപാത. ആ റെയിൽപാതയിൽ ഇന്നത്തെ സർക്കാർ വിചാരിച്ചാൽ നടക്കാത്ത ഒരു റെയിൽവേ പാതയാണത്. മലമേഖലയിലൂടെ കടന്നു പോകുന്ന എത്രയോ തുരങ്കങ്ങൾ അതിലുണ്ടെന്നറിയാമോ? ആ തുരങ്കങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പലരുടെയും നിരവധി പേരുടെ മരണം അതിൽ നടന്നിട്ടുണ്ട്. എന്നിരുന്നാലും ആ പാത പൂർത്തിയായതുകൊണ്ട് മാത്രമാണ് അതുവഴി ഉണ്ടായ ഒരു റെയിൽ അതുവഴി ഓടാനുള്ള ഒരു സാധ്യതയുണ്ടായത്. ഇന്നത്തെ പോലെ അന്ന് അവർക്ക് പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കുമായിരുന്നു, എന്തിന് കഷ്ടപ്പെട്ട് ഈ പാത നിർമ്മിക്കുന്നു എന്ന് ചോദിക്കുമായിരുന്നു. അന്ന് പ്രകൃതി പഠനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പാത ഇപ്പോൾ അന്ന് മീറ്റർ ഗേജ് ആയിരുന്നു, ഇപ്പോൾ ബ്രോഡ് ഗേജ് ആയി ഉപയോഗിക്കുന്നു. പക്ഷെ ആ പാതയിലൂടെ വളരെയധികം ചരക്ക് നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ധാരാളം തീവണ്ടികളും അതുവഴി കടന്നു പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു പാത അന്ന് ബ്രിട്ടീഷ് സർക്കാർ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ സർക്കാരിന് അതുണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. നമുക്കറിയാം, ഒരു കൊങ്കൺ പാത ആ കൊങ്കൺ പാത ഉണ്ടാക്കിയപ്പോൾ തന്നെ വളരെയധികം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വളരെയധികം പേരുടെ മരണങ്ങൾ അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയതിന് ശേഷവും ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം നീക്കം ചെയ്ത് തരണം ചെയ്ത് ആ പാതയിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചപ്പോൾ ഇപ്പോൾ അവിടെ മണ്ണിടിച്ചിലുമില്ല, ഒന്നുമില്ല. മുംബൈക്ക് പോകുന്നവരാരും ഈ പാത ഇത്ര കഷ്ടപ്പെട്ട് എന്തിനുണ്ടാക്കിയെന്ന് ചോദിക്കുന്നുമില്ല. ആ പാത ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ട്. ആ പാത കൊങ്കൺ
റെയിൽവേയിലൂടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. ധാരാളം മലകളും ധാരാളം തുരങ്കങ്ങളും ഒക്കെ ഉള്ള ഒരു പാതയാണത്. അത് ആ പാതയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സമയ ലാഭം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് തമിഴ്നാട് വഴി കറങ്ങിപ്പോകേണ്ട സമയത്ത് നമുക്ക് കൊങ്കൺ വഴി കറങ്ങി മുംബൈയിലേക്ക് എത്താം പെട്ടെന്ന് തന്നെ. അപ്പോൾ ആ തരത്തിൽ ഒരു മല തുരന്നുകൊണ്ടാണ് നമ്മുടെ വയനാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചുരം അവിടെ ഉള്ളത്, നമ്മൾ ആ ചുരത്തിലൂടെ കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുരങ്കപാത അവിടെ ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടവർക്ക് അത് മനസ്സിലാകും. പക്ഷേ സർക്കാരുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് വികസനത്തെ ഒഴിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഈ പ്രതിപക്ഷ കളിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ കളിയോ ഒക്കെയാണ് ഇതിന് തുരങ്കം വയ്ക്കുന്ന പരിപാടികൾ. എന്തായാലും ഈ ഒരു തുരങ്കപാത അവിടെ നിർമ്മിക്കണം. ആ നിർമ്മാണം പൂർത്തിയായെങ്കിൽ മാത്രമേ അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനു വേണ്ടി ഈ തുരങ്കപാത ഇവിടെ ഉണ്ടാക്കി, അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്തായാലും ഈ കാലവും കടന്നു പോകും. എന്തായാലും അവിടെ തുരങ്കപാത അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ നമസ്കാരം.